കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മേഖലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. സിഒഎ അടിമാലി മേഖലാ സമ്മേളനം വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് രംഗത്തെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംഘടനയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനങ്ങൾ സംസ്ഥാനത്തുടനീളം നടന്നു വരികയാണ്. 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇടുക്കി ജില്ലയിലും മേഖലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നത്. സിഒഎ 15ാമത് അടിമാലി മേഖലാ സമ്മേളനം അടിമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു. മേഖലാ കമ്മിറ്റി അംഗം ഉമ്മർ PS അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ കമ്മിറ്റി അംഗം സിറിയക് ജയക്കൊട്ടാരം സ്വാഗതം പറഞ്ഞു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അടിമാലി മേഖലാ പ്രസിഡന്റ് ജെയ്മോൻ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെറുകിട കേബിൾ ടിവി മേഖലയെ തകർക്കാൻ ചില ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നുണ്ടെന്നും ഇത് ചെറുക്കുവാൻ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളെ പോലുള്ള ചെറുകിടക്കാരെ നശിപ്പിക്കാൻ വേണ്ടി ഈ കുത്തക കമ്പനികളുമായി ചേർന്ന് ചില ഓഫീസർമാരും ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരും പ്രവർത്തിക്കുന്നുണ്ടോ തിരിച്ചുകൾ നമുക്കുണ്ടാവണം. അതിന്റെ ഭാഗമായി നമ്മളിപ്പോൾ ഗവൺമെന്റുമായി 2 വട്ടം ചർച്ച നടത്തി. കഴിഞ്ഞ നമ്മൾ സമരം തന്നെ പ്രഖ്യാപിച്ചു. സമരം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധികളെ നമ്മളെ വിളിച്ചിട്ട് ഒരു സമരത്തിലേക്ക് പോകേണ്ടതില്ല, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ന്യായമാണെന്ന് ഞങ്ങൾക്കറിയാം, അതിന് പരിഹാരം ഉണ്ടാകും, ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ നിയമങ്ങൾ പാലിക്കാൻ സംസ്ഥാന വൈദ്യുതി വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കുന്ന നടപടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഏത് തന്നെയാണെങ്കിലും അതിന് 100 രൂപ എന്ന കേന്ദ്ര ഗവൺമെന്റ് നിയമം പാലിക്കാൻ കേരളത്തിലെ വൈദ്യുതി ബോർഡിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഓർഡറിനെതിരായി ഇപ്പം KSEB അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്ന നമുക്ക് അവകാശപ്പെട്ടതിനെ നിഷേധിക്കാൻ വേണ്ടി. ആർക്ക് വേണ്ടി? ഇത് പറയുമ്പോൾ കേരളത്തിലെ വൈദ്യുതി ബോർഡ് ഏതെങ്കിലും ഈ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്നു എന്ന അർത്ഥത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അവിടെയാണ് അവർ പറയുന്നത് ഞങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി അധികാരമുള്ള ബോഡിയാണ്. വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപ നഷ്ടം വരാൻ പോകുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്ക് ഇത്തരത്തിൽ കുറച്ചു കൊടുക്കാൻ കഴിയില്ലെന്ന തരത്തിലേക്ക് വാദമുഖം ഉന്നയിക്കുന്നു. സിഒഎ അടിമാലി മേഖലാ സെക്രട്ടറി ഡേവിസ് ഡി മേഖലാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അടിമാലി മേഖലാ ട്രഷറർ ജോസി മാത്യു മേഖലാ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ കമ്മിറ്റി അംഗം ബിജു അഗസ്റ്റിൻ ഇന്റേണൽ ഓഡിറ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിഒഎ ഇടുക്കി ജില്ലാ സെക്രട്ടറി അനീഷ് N സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. ഇടുക്കി കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ CBPS, KCCL ഡയറക്ടർ മുഹമ്മദ് നവാസ്, സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ K ഡാനിയൽ, മേഖലാ നിരീക്ഷകൻ റോബി ജോസഫ്, സിഒഎ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബിജോയി, ബാബു മാത്യു, ജിമ്മി ടോം, ജില്ലാ ട്രഷറർ ഷാജി C ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പൊതുചർച്ച, ചർച്ചയ്ക്കുള്ള മറുപടി, പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. അടിമാലി മേഖലാ പ്രസിഡന്റായി ജോസി മാത്യുവിനെയും സെക്രട്ടറിയായി ജെയ്മോൻ ജോസഫിനെയും ട്രഷററായി സിറിയക് J കൊട്ടാരത്തെയും തെരഞ്ഞെടുത്തു. ഫെബ്രുവരി 13 സിഒഎ ഇടുക്കി ജില്ലാ സമ്മേളനം രാജാക്കാട് നടക്കും. മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം, തിരൂരിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അടിമാലി മേഖലാ സമ്മേളനത്തിൽ നിരവധി കേബിൾ ടിവി ഓപ്പറേറ്റർമാരാണ് പങ്കെടുത്തത്. കേബിൾ ടിവി രംഗത്തെ പ്രതിസന്ധികളും പുതിയ മാറ്റങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായി. ന്യൂസ് ബ്യൂറോ, അടിമാലി.